മാസ്റ്റർ എന്തായി? ആന്റണി, ഈ വർക്ക്ഷോപ്പുകാരന്റെ മോനും എന്റെ മോളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അവളിപ്പോ ഗർഭിണിയാ. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാൻ ചെന്നപ്പോ അവരച്ഛനും മോനും കൂടി എന്നെ തല്ലി. ഓഹോ, മാഷ് വിഷമിക്കണ്ട, ഞാനൊന്ന് ചോദിക്കാം. മുതലാളി, ആ മാസ്റ്റർ പാവപ്പെട്ട മനുഷ്യനല്ലേ? അതിന് നിങ്ങളുടെ മകനെ കൊണ്ട് മാസ്റ്ററുടെ മകളെ വാങ്ങിപ്പിക്കണം. നീ ആരാടാ? അയാളുടെ ബെല്ലാവോ? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ എന്നാ നീ തന്നെ കെട്ടിക്കോടാ. വിവരക്കേട് പറയുന്നു. നീ അല്ലേടാ ആ പെൺകൊച്ചിനെ ഗർഭിണിയാക്കിയത്? ഞാനാണെന്നുള്ളതിന് എന്താണ് തെളിവ്? ഇയാളാണ് നിന്റെ തന്റെ എന്നുള്ളതിന് എന്താണ്? എന്ത് പറഞ്ഞാ? ആന്റണി, എനിക്ക് വേണ്ടി നീ വഴക്കുണ്ടാക്കണം. അങ്ങനെയല്ല മാസ്റ്റർ, ആന്റണി അടിച്ചവരാരെയും ആന്റണി വെറുതെ വിട്ടിട്ടില്ല. ഇല്ല, എനിക്ക് ആന്റണി, നിന്റെ പേര് പോലീസ് സ്റ്റേഷനിലെ കേഡ് ലിസ്റ്റിൽ കണ്ടിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എല്ലാം ബോധ്യമായി. ആന്റണി കുറ്റക്കാരനല്ല. ആ നിൽക്കുന്നവൻ എന്റെ മോളെ നശിപ്പിച്ചവനാ. അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്ന് പറയാൻ ചെന്നപ്പോ അവനും അച്ഛനും കൂടി എന്നെ പറ്റി. ആന്റണി അത് ചോദിക്കാൻ ചെന്നതാ. ഇവരെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. യെസ് സർ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. വലിയ ഉപകാരം. ആന്റണി വാ, നിങ്ങൾക്കെല്ലാം പിരിഞ്ഞു പോവാം. ലോറൻസ് കാത്തിരുന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നത് വല്ലാത്ത ദിവസമായിപ്പോയല്ലോ. സാരമില്ല, ഇടവപ്പാതി നേരത്തെ തുടങ്ങിയതാ. അതാ. ഹലോ സർ. നിന്റെ മോളോടെ? അവൾ തനിച്ചിരിക്കാൻ പേടിച്ച് അയൽപക്കത്തോ ഒറ്റ പോയിരിക്കും. നീ അങ്ങോട്ടിരിക്കേ. നാണം കെട്ടവളെ, ഇതിനാണ് നിന്നെ ഞാൻ വളർത്തിയത്. ഇവനെ ഞാൻ ഇവിടെ വിടൂല. നിന്നെ
അഭിമാനത്തോടെ നീ മരിക്കാം. അഭിമാനമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്ന കേൾക്ക്. നമുക്ക് ഇവിടെ വിവാഹം നടത്താം. വിവാഹം? അതെ, ഒരു നിമിഷം നീ ഇവിടെ അടങ്ങി നിൽക്കുവോ? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ മകൾക്ക് വേണ്ടി. വരൂ. എന്താ പേര്? എവിടാ വീട്? അകലെന്ന് വെച്ചാൽ മേരി, രാജൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? മിസ്റ്റർ രാജിന് മതം മാറാൻ കഴിയുമോ? അത് എല്ലാം നേരത്തെ ആലോചിക്കണമായിരുന്നു. ഏതായാലും ഞാൻ ഈ വിവാഹം നടത്താൻ പോവാണ്. എന്തിനെന്നറിയോ? ഒരേ ഒരു മകളായ നീയാണ് ജീവിതത്തിലെല്ലാമെന്ന് കരുതി നിന്നെ വളർത്തിയവനാണ് ആന്റണി. എന്റെ സ്നേഹിതനെ ഒരു കൊലപാതകയാക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഈ വിവാഹം നടത്തുന്നത്. മാത്രമല്ല, നീ വഴിതെറ്റിയവളാണെന്ന് ലോകം അറിയാതിരിക്കാൻ വേണ്ടി. ഈ ചടങ്ങ് മനുഷ്യധർമ്മത്തിൻ്റെത് മാത്രമാണ്. In the name of God, I declare you as husband and wife. Amen. മിസ്റ്റർ രാജൻ, ഈ ബന്ധം ശാശ്വതമാകണമെങ്കിൽ പള്ളിയിൽ വെച്ച് മതാചാര പ്രകാരം നിങ്ങളുടെ വിവാഹം നടക്കും. എന്റെ ബന്ധുക്കളുമായി ആലോചിച്ച് ഉടൻ വേണ്ട ചെയ്യണം. അതുവരെ നീ ഇവിടെ വരികയോ ഇവിടെ കാണുകയോ അരുത്. വെച്ചോളൂ. എനിക്ക് മാപ്പ് തരണം. മാപ്പ്? നിനക്കോ? എന്താടാ, നിനക്ക് എന്ത് പറ്റി? ആന്റണി, നിനക്ക് എന്ത് പറ്റിയെന്നാ ചോദിച്ചത്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നീ പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറ. എന്നോട് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. അച്ചോ, അച്ചോ, ഇനിയെങ്കിലും പറയടാ. എന്റെ അയലത്തുള്ള മത്തായി സാർ ഉണ്ടല്ലോ, അതെ, അയാളുടെ മോളും ഒരു ചെറുപ്പക്കാരനും തമ്മിൽ സ്നേഹമായി. തുറന്നു പറയടാ. ആ പെണ്ണ് നശിച്ചോ. എന്നിട്ട് ആ വീട്ടിൽ വെച്ച് ചെറുക്കന്റെയും പെണ്ണിന്റെയും കല്യാണം രഹസ്യമായി നടത്തി. കല്യാണമോ? ഏത് പള്ളിയിലെ പാതിരിയാടാ വന്ന് നടത്തിയത്? ആരും വന്നില്ലച്ചോ. മത്തായി സാറിന്റെ സ്നേഹിതനാ കല്യാണം നടത്തിയത്. അതിന്റെ പേര് കല്യാണമല്ലത്. മാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രമാണ്. മതാചാരപ്രകാരം കല്യാണം നടക്കണമെങ്കിൽ ഇടവകക്കാരുടെ അംഗീകാരത്തോടെ ഏതെങ്കിലും പുരോഹിതൻ വന്നേ പറ്റൂ. അപ്പൊ ഇന്നലെ നടന്നത് കല്യാണമല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ഒരിക്കലുമല്ലടാ. എന്ത് കാര്യത്തിനും എന്റെ അടുക്കൽ ഓടി വരുന്ന നിനക്ക് ആ ചെറുക്കനെയും പെണ്ണിനെയും ഇവിടെ വിളിച്ചു കൊണ്ടുവരാമായിരുന്നില്ലേ? എനിക്കപ്പോ അത് തോന്നിയില്ലച്ചോ. എന്നാൽ നീ പോയി ആ ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ചുകൊണ്ടുവാ. ആരും അറിയാതെ നടന്ന കല്യാണം 4 പേര് അറിയത്തക്ക വിധത്തിൽ ഈ അൾത്താരയുടെ മുമ്പിൽ വെച്ച് ഞാൻ നടത്തിത്തരാം. ശരി, പോയി വിളിച്ചുകൊണ്ടുവാ. ശരി അച്ചോ. പാവം, എത്രയോ എണ്ണത്തിൽ നീയോ ഒന്ന്. എന്റെ കുടുംബത്തെ ദ്രോഹിക്കാൻ ധൈര്യപ്പെട്ടവരിൽ നീയും ഒന്ന്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്?
നിനക്കറിയില്ലേ രാജ, കഴിഞ്ഞതെല്ലാം ഞാൻ ക്ഷമിക്കുന്നു. ഇന്നലെ എന്റെ വീട്ടിൽ വെച്ച് ആരും അറിയാതെയാണ് ലോറൻസ് നിങ്ങളെ കൊണ്ട് മോതിരം മാറ്റിച്ചത്. ഒരു വിശ്വാസിയായി എനിക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് നിന്റെയും മേരിയുടെയും വിവാഹം നടക്കണം. വിവാഹമോ? എല്ലാം നീ ഇന്നലെ സമ്മതിച്ചതല്ലേ? നാട്ടുമര്യാദ അനുസരിച്ച് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അച്ഛൻ പറഞ്ഞു. ഏതച്ഛൻ? ഫാദർ ജോൺ. എന്നാലേ കെട്ടാൻ ഒരാളിനെ കൂടി അന്വേഷിച്ചു തരാൻ അങ്ങേരോട് പറഞ്ഞാൽ മതി. രാജാ, ഞാൻ ഇന്നലെ തന്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാനല്ല, എന്റെ സൂട്ട് കേസ് തിരിച്ചു വാങ്ങിക്കാനാണ്. എന്റെ മകൾ നിന്നെ വിശ്വസിച്ചവളാണ്. അവളുടെ ജീവിതം നീ പാഴാക്കരുത്. അവൾ അയാളുടെ കൂടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? എടാ, എന്നോട് ക്ഷമിക്കൂ കുഞ്ഞേ. നീ വളരെ ചെറുപ്പമാണ്. ഒരപ്പന്റെ വേദന എന്തെന്ന് നിനക്കറിഞ്ഞുകൂടാ. ഒന്ന് ഇറങ്ങിപ്പോടോ, എനിക്ക് ട്രെയിനിൽ പോയ സമയമായി. ഇല്ല കുഞ്ഞെ, നിന്നെ ഞാൻ വിടൂല്ല. രാജാ, നീ പോകരുത്. രാജാ, ഇവിടെ പോകാനാ പറഞ്ഞത്. രാജാ, 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 നീ പോകരുത്. മറലിട്ടോ രാജാ, ഞാൻ താൻ വീട്ടിലല്ലേ? എടാ പട്ടി,